അപ്പോൾ വിൻഡോസിനകത്ത് WSL സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. അതിനകത്ത് പോയാൽ നമുക്ക് കാണാൻ പറ്റും. WSL ഇൻസ്റ്റാൾ എന്നടിച്ചാൽ തന്നെ നമുക്ക് WSL ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ WSL ഇൻസ്റ്റാൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ഉബുണ്ടു ആണ് ഇൻസ്റ്റാൾ ആവുക. നമുക്കത് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. നമുക്ക് നേരം WSL അതിൻ്റെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ WSL ഇൻസ്റ്റാൾ അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് WSL ഇൻസ്റ്റാൾ ഡിസ്ട്രിബ്യൂഷൻ നെയിം എന്നുള്ള ഇതിലാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ കമാൻഡ് കോപ്പി ചെയ്യാം, എന്തൊക്കെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ടെർമിനലിൽ വന്നിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഓപ്ഷനാണ്. ഉബുണ്ടു, ഡെബിയൻ, കാളി ലിനക്സ്, ഉബുണ്ടു 18 ഇത്രയും സാധനങ്ങളുണ്ട് ഓൺലൈനായിട്ട്. അപ്പോൾ നമുക്ക് അതായത് ഡെബിയൻ ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെങ്കിൽ WSL ഇൻസ്റ്റാൾ എന്ന് മാത്രം അടിച്ചാൽ ഉബുണ്ടു വരും. നമുക്ക് ഡെബിയൻ ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് എൻ്റർ അടിച്ചാൽ അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആവുന്നത് കാണാൻ പറ്റും. ഇത് നമുക്കൊരു യൂസർ നെയിം സെറ്റ് ചെയ്യാം, പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയുള്ള പരിപാടി. ഇപ്പോൾ നമ്മൾ ഡെബിയനിൽ എത്തിക്കഴിഞ്ഞു. നമുക്കിവിടെ കമാൻഡ് അടിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, എന്തൊക്കെയുള്ളത്? GPY ലിനക്സ് ഫയൽ സിസ്റ്റം മൊത്തം ഇവിടെ കിടപ്പുണ്ട്. ഞാൻ സിസ്റ്റം ഇതുപോലെ അപ്ഗ്രേഡ് ചെയ്യാം. നമ്മൾ ലിനക്സിൽ ടെർമിനൽ ചെയ്യുന്ന എല്ലാ പരിപാടി ഇവിടെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡെബിയൻ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിമ്പിളി നമുക്ക് ഇങ്ങനെയാണ് ഒരു ലിനക്സ് വിൻഡോസിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുക. നമുക്ക് ഇതിനകത്ത് ചെയ്യുന്ന എല്ലാ പരിപാടികളും വിമ്മതിലുണ്ടോന്നല്ല ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന അടിച്ചാൽ വിമ്മ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഡെസ്ക്ടോപ്പും കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. ഡെസ്ക്ടോപ്പ് ഒന്ന് അടിച്ച് നോക്കാം. ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൽ 16 GB ആണുള്ളത്. 16 GB 8 GB ആണ് ഇപ്പോൾ ഇതിൻ്റെ മെമ്മറി ആയിട്ട് ഉബുണ്ടു എടുത്തിട്ടുള്ളത്. പകുതി GB ആണ് അവർ ഉപയോഗിക്കുന്നത്. അതൊക്കെ നമുക്ക് കമാൻഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രത്തോളം അലോക്കേറ്റ് ചെയ്യാന്നൊക്കെ മാറ്റാൻ പറ്റേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് WSL സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനകത്ത് ഏത് കമാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കും. പ്രത്യേകിച്ച് നമ്മൾ വിൻഡോസിനകത്തുള്ള ഫോൾഡറിനകത്ത് ഒരു പരിപാടി കമാൻഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കൺവേർട്ട് മാജിക് അങ്ങനത്തെ എന്ത് പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിലും അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് LSBLK എന്ന് അടിച്ച് എന്തൊക്കെ കാണും നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 2 GB സ്വാപ്പ് ഉണ്ട്, 300 MB ഡിസ്ക് ഉണ്ട്, MNT WSL ഡിസ്ട്രോ ഉണ്ട്. ഇവിടെയാണ് റൂട്ട് ലോഡായിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഫയൽ മാനേജറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലിനക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിനകത്ത് ഡെബിയൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതെടുത്താൽ നമുക്ക് ഇതിനകത്ത് ഫയൽസ് ആക്സസ് ചെയ്യാൻ പറ്റും. homegcpy എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഒരു ഫയൽ ഉണ്ടാക്കുകയാണ്. homegcpyയിൽ ഫയലോടെ ഉണ്ടാക്കിയാൽ നമ്മുടെ റിസൾട്ട്സ് ഇവിടെ കാണാൻ പറ്റും. ആ സാധനം നമുക്കിവിടെ ഹോമിൽ GCPയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. കണ്ടില്ല? അപ്പോൾ അങ്ങനെ വിൻഡോസിൻ്റെ ഫയൽ മാനേജർ ഉപയോഗിച്ച് അതിനകത്ത് ഫയൽസ് ആക്സസ് ചെയ്യാനും പറ്റും. ഇവിടെ നമുക്ക് കമാൻഡ് അടിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്കിനി തിരിച്ച് ഈ ഡോക്യുമെൻറ്റേഷനിലേക്ക് തന്നെ വന്ന് നോക്കാം. WSL ഇപ്പോൾ 1ഉം 2 ഉണ്ട്. ഇപ്പോൾ നിലവിൽ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴൊക്കെ 2ലാണ് ഇൻസ്റ്റാൾ ആവുക. 2ൽ കുറേ സാധനങ്ങൾ പുതു വന്നിട്ടുണ്ട്, ചില സാധനങ്ങളില്ല. അങ്ങനെ സിസ്റ്റം CTകളൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് റൺ ചെയ്യാൻ വേണ്ടി അവർക്ക് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെയാണ് ഞാൻ വിൻഡോസ് അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പോൾ സുഹൃത്തുക്കൾക്ക് 1-2 പേർക്ക് വേണ്ടിയിട്ട് ഞാൻ സെറ്റപ്പ് ചെയ്ത് കൊടുത്തപ്പോഴാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇനി വേറൊരു കാര്യം കൂടി കാണിക്കാം. ഇപ്പോൾ ഇന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ചുമ്മാ എക്സിറ്റ് അടിച്ച് പോയാൽ മതി. ഇപ്പോൾ തിരിച്ച് ടെർമിനലിലേക്ക് തന്നെ എത്തി. ഇപ്പോൾ നമ്മളിവിടെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ വരുന്നു. ഞാൻ from Windows
അങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടാക്കുന്നു. അതിനകത്ത് വേണമെങ്കിൽ ഒരു ഫയൽ കൂടി ഉണ്ടാക്കാം. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് നേരെ ഇവിടെ ഇപ്പോൾ WSL പോകാൻ വേണ്ടി ടെർമിനൽ തുറന്നിട്ട് വെറുതെ WSL എന്ന് മാത്രം അടിച്ചാൽ നമുക്ക് നേരെ WSL എത്താൻ പറ്റും. അപ്പോൾ കണ്ടോ, നമ്മൾ എവിടെ നിന്നാണോ WSL അടിച്ചത് അവിടെ, ഇപ്പോൾ ഞാനിവിടെ ഇത് തുറന്നപ്പോൾ ഇത് ഡെസ്ക്ടോപ്പിലായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് ഇത് വന്നത്. അപ്പോൾ ഇവിടെ പാത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് PWD എന്ന് അടിച്ചു കഴിഞ്ഞാൽ ക്ലിയറായിട്ട് കാണാൻ പറ്റും. MNT മൗണ്ട് ഇത് C എന്ന് പറഞ്ഞിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. നിങ്ങൾ D ഡ്രൈവ് ഉണ്ടെങ്കിൽ അത് MNT D, ഇയിലുണ്ടെങ്കിൽ MNT F, ഇയിലാണെങ്കിൽ MNT Fലാണെങ്കിൽ MNT F, അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ഇത് വരിക. ഇപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ആണുള്ളത്. ഡെസ്ക്ടോപ്പിൽ എന്തെങ്കിലും ഫയലായിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിനകത്ത് കാണിക്കുക. ഈ desktop.linux.pdf ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നേരിട്ടൊരു ഫയൽ തുറക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഉദാഹരണത്തിന് ഡൗൺലോഡ്സ് ഇവിടെ തുറക്കണം. ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടെർമിനൽ തുറക്കുക എന്ന് കൊടുത്തിട്ട് ഞാൻ മലയാളം ഇങ്ങനെ ആക്കിയാണ് ഓപ്പൺ ടെർമിനൽ എന്ന് കൊടുത്തിട്ട് WSL എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൃത്യം ആ ഫോൾഡറിൽ തന്നെ എത്തി. ഓക്കെ, ഇനി എനിക്ക് CD ടെസ്റ്റ് ഫ്രം വിൻഡോസ് എന്ന് കൊടുത്താൽ അതിനകത്തെത്തും. ഇതിന് ഈ ഫയലിനെ റിമൂവ് ചെയ്യണമെങ്കിൽ RM ചെയ്താൽ റിമൂവായി. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഫയൽ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അങ്ങനെ വിൻഡോസിനകത്തുള്ള ഫയലുകളും നമുക്ക് ഈ WSL ഉപയോഗിച്ചിട്ട് മോഡിഫൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ FFmpeg വെച്ചിട്ട് എന്തെങ്കിലും കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ, ഒരു സിനിമയുടെ സബ് ടൈറ്റിൽ MKV info വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ, അങ്ങനെ ഏതൊരാവശ്യത്തിനും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെയാണ് WSL ഒരു ബേസിക് പരിപാടി. മാത്രമല്ല WSLനകത്ത് നമുക്ക് GUI ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ജിംബ് പോലുള്ള സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് തുറന്നു തന്നെ പറ്റും. പക്ഷേ ഭയങ്കര ലാഗിയാണ്, ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ടെർമിനൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ബെസ്റ്റാണ്. ഉദാഹരണത്തിന് നമുക്കൊരു WordPress റൺ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് PHP മറ്റു കാര്യങ്ങൾ Nginx ഒക്കെ ഇതിനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതിൽ സെർവർ റൺ ചെയ്തുകൊണ്ട് നമുക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ വിൻഡോസ് അത്യാവശ്യമുള്ളവർക്കും വെറും ലിനക്സ് മാത്രം ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും ലിനക്സിൻ്റെ പവർഫുൾ ഫീച്ചറുകൾ കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പരിപാടിയാണ് WSL. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളാണ് ഞാനിന്നിവിടെ പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.